Hello guys, welcome back to my channel. So how you guys been doing? ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പൊക്കെ കാണുമ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടാവും. യെസ്, ഇത് നമ്മുടെ ഡെസ്ക് മേക്കോറിന് മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ്. ബട്ട് ഡെസ്ക് മേക്കോറാണ് ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്തത്. അതിൻ്റെ റീസൺ ഇസ് ബിക്കോസ് ഐ ഹാഡ് എ തോട്ട് ലൈക്ക് യെസ് ഐ ഷുഡ് ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് മൈ സെൽഫ് ഫസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ അത് ആദ്യം പോസ്റ്റ് ചെയ്തത്. അതാരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം, എല്ലാവരും ആദ്യം പോയി അത് കാണണം. അതാണ് ആക്ച്വലി എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്ന് പറയുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിട്ട് പിന്നെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ എല്ലാവരും വീഡിയോൻ്റെ ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഇതൊരു ബർത്ത്ഡേ വ്ളോഗാണ്. ലൈക്ക് കംപ്ലീറ്റ്ലി ഒരു ബർത്ത്ഡേ വ്ളോഗെന്ന് പറയാൻ പറ്റില്ല. ഇതൊരു വ്ളോഗ് ആക്കാമെന്ന് ഞാൻ വിചാരിച്ചത് എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഐ ഗോട്ട് എ സ്പെഷ്യൽ ഗിഫ്റ്റ്. ലൈക്ക് വി ബോട്ട് എ ന്യൂ സ്കൂട്ടർ. അത് ചിലപ്പോൾ എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യലായി തോന്നണമെന്നില്ല, ബട്ട് ഇറ്റ്സ് കൈൻഡ് ഓഫ് സ്പെഷ്യൽ ഫോർ മീ. അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ ക്ലിപ്സും കാര്യങ്ങളൊന്നും ഞാൻ പ്രോപ്പറായിട്ട് എടുത്തു വെച്ചിട്ടില്ല. എടുത്തത് വെച്ചിട്ട് ഞാനൊരു ചെറിയ വീഡിയോ ഉണ്ടാക്കിയിട്ട് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ക്യാമറ ഷൈ ആയതുകൊണ്ടാണ് ഒരു ജേർണൽ ചെയ്തുകൊണ്ട് ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത്. സോ ബർത്ത്ഡേ ഒക്കെ അല്ലേ, കുറച്ച് മേക്കപ്പ് ഒക്കെ ആകാം. ലൈക്ക് മേക്കപ്പ് എന്ന് പറയുന്നത് എൻ്റെ മേക്കപ്പ് ഈസ് ജസ്റ്റ് ലിപ് ബാം ആൻഡ് ലിപ്സ്റ്റിക്. ഐ എം നോട്ട് എ മേക്കപ്പ് പേഴ്സൺ. ഐ ലവ് ബൈയിങ് സ്റ്റഫ്സ് ആൻഡ് ഐ ലവ് ടെസ്റ്റിങ് ദം. ബട്ട് മേക്കപ്പ് ഇടുന്നത് എനിക്കെന്തോ ഇഷ്ടമില്ല എന്നല്ല, എനിക്ക് ചേരില്ല എന്നൊക്കെ ഒരു തോട്ടാണ് എനിക്ക്. അപ്പം അത്രയുള്ള കേസ് നമുക്ക് ആ വീഡിയോ കാണാം. അപ്പോൾ അതാണ് ഗൈസ് ഞാൻ പറഞ്ഞ കുറച്ച് ക്ലിപ്പ് കൊണ്ട് ഉണ്ടാക്കിയ ചെറിയ വീഡിയോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പുതിയ സ്കൂട്ടറിലൊന്ന് പുറത്തു പോകുമെന്ന് വിചാരിച്ചു. പുറത്തു പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും നോമ്പൊക്കെയല്ലേ, നമുക്ക് ബീച്ചിൽ പോവാം, ബീച്ചിൽ പോയിട്ട് നോമ്പൊക്കെ തുറക്കാമെന്ന് പറഞ്ഞാണ് പോയത്. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മളുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്തായാലും ബീച്ചാണ്. അപ്പോൾ ബർത്ത്ഡേ അല്ലേന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു കേക്ക് വാങ്ങി അതിൻ്റെ ഇടയ്ക്ക്. ബട്ട് ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്, ട്വിസ്റ്റ് ഉണ്ട്. ഒന്നും പ്രോപ്പറായിട്ട് നടന്നില്ല. കാരണം കോഴിക്കോട് എത്തിയപ്പോൾ കൊണ്ടും ഒടുക്കത്തെ ബ്ലോക്ക് ആസ് യൂഷ്വൽ. അത് പിന്നെ അങ്ങനെയാണല്ലോ. പിന്നെ ബീച്ച് എത്തിയപ്പോൾ കൊണ്ടും ഓൾമോസ്റ്റ് ലൈറ്റൊക്കെ പോയിരുന്നു. ബട്ട് നല്ല രസമുണ്ടായിരുന്നു ആ ടൈമിൽ കാണാൻ. ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ കുറേ പേര് നോമ്പ് തുറക്കാനൊക്കെ വന്നിരുന്നു. നമ്മളും നോമ്പൊക്കെ തുറന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഐ എം നോട്ട് ദാറ്റ് സാറ്റിസ്ഫൈഡ്, ബട്ട് സ്റ്റിൽ കിട്ടിയത് കിട്ടി. ബീച്ചിൽ കുറേ ടൈം ഇരുന്നിട്ട് പിന്നെ നമ്മൾ പോയത് SM-ലോട്ടാണ്. വല്ല ഡ്രസ്സ് എന്തെങ്കിലും വാങ്ങാം എന്നൊക്കെ വിചാരിച്ചാണ് പോയത്. ബട്ട് SM സ്ട്രീറ്റ് ലിറ്ററലി ഡിസപ്പോയിൻറ്റഡ് മീ. ഞാൻ എപ്പോൾ SM പോയാലും എനിക്ക് കൈ നിറയെ ഡ്രസ്സ് കിട്ടാറുണ്ട്. ബട്ട് ഇപ്രാവശ്യം ഞാൻ ആകെ ഒരു ജീൻസാണ് വാങ്ങിയത്. ഓൾമോസ്റ്റ് എല്ലാ കടയിലും ഞാൻ കയറി നോക്കി, ബട്ട് എനിക്ക് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒന്നും കിട്ടിയില്ല. ഒന്നാമത് ഈദിൻ്റെ ഇതൊക്കെയല്ലേ, അതുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ SM പോയാൽ മിസ് ചെയ്യാത്തൊരു സംഭവമാണ് എൻ്റെ സ്പെഷ്യൽ വനില ഐസ്ക്രീം. ഇറ്റ്സ് സോ ഗുഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് ഹൈലൈറ്റിലോട്ടായിരുന്നു. ഐ തോട്ട് അവിടെ നിന്നെങ്കിലും എനിക്ക് നല്ല ഡ്രസ്സ് കിട്ടും, ബട്ട് കിട്ടിയില്ല ഗൈസ്. പിന്നെ നമ്മൾ മിനിസോ പോയപ്പോൾ ഐ വാസ് ലിറ്ററലി ഡിസപ്പോയിൻറ്റഡ്. ഞാൻ കുറേ സാധനം വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് ബാസ്ക്കറ്റൊക്കെ എടുത്താണ് ഇറങ്ങിയത്. ബട്ട് ലൈക്ക് നമ്മൾ എപ്പോഴും ചെല്ലുമ്പോൾ കാണുന്ന സെയിം സാധനം തന്നെ. ഐ ഹാവ് എ ഡൗട്ട്, ഇവരത് സ്റ്റോക്കൊന്നും അപ്ഡേറ്റ് ചെയ്യുന്നില്ലേ? ലൈക്ക് ഞാൻ കഴിഞ്ഞ വർഷം പോയപ്പോൾ വാങ്ങിച്ച ഒരു ബാഗ് അത് ഇപ്പോഴും അവിടെ ഉണ്ട്. നമ്മൾ റീൽസിൽ ഓരോ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ മിനിസോ പോയി നോക്കുമ്പോൾ നമുക്ക് സങ്കടമാവും ഗൈസ്. കാരണം റീൽസിൽ കാണുന്ന പോലെ എല്ലാവരുടെയും ഇങ്ങനെയാണോ എന്ന് അറിയില്ല. ബട്ട് ഹൈലൈറ്റിലെ മിനിസോയിൽ എപ്പോൾ ചെന്നാലും ഓൾമോസ്റ്റ് ഒക്കെ പഴയ സാധനങ്ങൾ തന്നെ ആയിരിക്കും. ഞാൻ റീൽസിലൊരു ബബിൾ ടീ പ്ലഷ് കണ്ടിട്ട് സേവ് ചെയ്തൊക്കെ വെച്ചിട്ട് ഇവിടെ കാലിക്കറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞാണ് വന്നത്. ബട്ട് എനിക്ക് അത് പോയിട്ട് എനിക്ക് ഒന്നും കിട്ടിയില്ല. ഞാൻ ആകെ ഈ ഒരു ഹാങ്ങർ മാത്രം വാങ്ങിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോഴേ എനിക്ക് സങ്കടമായി. പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ അതിലും വലുത് സുഡിയോ പോയപ്പോൾ എനിക്ക് ഈ ഒരു ഡ്രസ്സ് ഇഷ്ടമായി. ബട്ട് അതിട്ട് കഴിഞ്ഞപ്പോഴോ കോമാളി ലുക്ക്. എനിക്ക് എന്നെ തന്നെ നന്നായിട്ട് ചിരി വന്നു. പിന്നെ നമ്മൾ മാക്സിലും വെസ്റ്റ് സൈഡിലും ഈസി ബൈയിലൊക്കെ പോയിട്ട് എനിക്ക് 2 ടോപ്പ് കിട്ടി. അതും ഐ എം നോട്ട് ദാറ്റ് സാറ്റിസ്ഫൈഡ്, ബട്ട് സ്റ്റിൽ കിട്ടി. പിന്നെ നമ്മൾ പോയത് നെസ്റ്റോയിലോട്ടാണ്. വീട്ടിലോട്ട് കുറച്ച് സാധനം വാങ്ങാനാണ് നെസ്റ്റോ പോയത്. ബട്ട് നെസ്റ്റോ പോയി കഴിഞ്ഞാൽ ഞാൻ മിസ് ചെയ്യാത്ത ഒരൊറ്റ സംഭവമുള്ളൂ. അതാണ് ഈ 99ൻ്റെ ഹിജാബ്സ്. എനിക്ക് ആവശ്യമുള്ള കളറാണോ ഇല്ലാത്ത കളറാണോ എന്നൊന്നും ഞാൻ നോക്കൂല. എനിക്ക് ഈ കളർ ഉണ്ടോ ഇല്ലെങ്കിൽ ഞാനത് വാങ്ങും.
അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ബീച്ചിലോട്ട് തന്നെയാണ് പോയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം തിന്നാൻ. ഈ കൂന്തൽ നിറച്ച് ഞാൻ റീൽസിൽ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വന്ന സമയത്ത് കിട്ടിയില്ല, ബട്ട് ഇപ്രാവശ്യം അത് കിട്ടി ഗൈസ്. അങ്ങനെ ബീച്ചിൽ കുറേ ടൈം ഇരുന്ന് ഒരു മണിയൊക്കെ ആകാൻ നേരത്താണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ ഞങ്ങൾ പോയിട്ട് ഫുഡ് കഴിച്ചപ്പോൾ കൊണ്ടും ഏകദേശം 2 മണി നേരം ആകാനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി വീട്ടിലെത്തുന്നത് ഏകദേശം 3:15-3:30 സമയത്താണ്. പിന്നെ ഞാൻ കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ ആണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് എന്തൊക്കെ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട്. ആദ്യം തന്നെ വാങ്ങിച്ചത് 2 ഓർഗനൈസർ, സ്റ്റോറേജ് ബോക്സ്, എന്ത് വേണമെങ്കിലും പറയാം. ഓർഗനൈസേഴ്സിൻ്റെ ഒരു വലിയ ഫാനാണ് ഞാൻ. അത് ഞാൻ എത്ര ഇട്ടാലും വാങ്ങും. പിന്നെ വാങ്ങിച്ചത് ഈ 10 പീസിൻ്റെ ഹാങ്കർ. ഞാൻ പറഞ്ഞല്ലോ മിനിസോന്ന് ആകെ വാങ്ങിച്ചു എന്ന്. പിന്നെ ഈ നൈഫും പിന്നെ 2 ഫോർക്ക്, ഒരു സ്പൂണൊക്കെ. എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടെ, കണ്ടപ്പോൾ വാങ്ങി. പിന്നെ ഇതാ ഈ ഒരു ബോക്സും. പിന്നെ ഇതാണ് ഒരു ഡ്രസ്സ്. ഈ ഡ്രസ്സ് എനിക്ക് കുഴപ്പമില്ല, ബട്ട് കുഴപ്പമുണ്ട്. അങ്ങനെയായിരുന്നു വയസ്സ്. കുഴപ്പമില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഡ്രസ്സ് എനിക്ക് പിന്നെ ഇഷ്ടമായി. കാരണം എനിക്കില്ലാത്തൊരു കൈൻഡ് ഓഫ് ഡ്രസ്സ്. ഈ കളറും എനിക്കില്ല. പിന്നെ ആ എംബ്രോയിഡറിയും കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമായി. പിന്നെ ഈ ഒരു വെറ്റ് വൈബ്സ് വാങ്ങിച്ചു. പിന്നെ ഇതാണ് നമ്മുടെ 99ൻ്റെ ഹിജാബ്. ഈ ഒരു നേവി ബ്ലൂ കളർ ഹിജാബ് എൻ്റെ കയ്യിലില്ലായിരുന്നു. സോ ഞാനത് വാങ്ങിച്ചു. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.